Hello and welcome to the new edition of the Migration Stories. This is the second edition of where we have been discussing about the issues faced by Malayalee students, those who are looking to secure accommodation from Kerala. Last week's episode, we dealt with the first session where Asmat Asina was speaking to us about on what happened to her when she paid the deposit money while she was in Kerala to a Malayali agent in the UK. And finally, due to change of circumstances, she was not able to secure that accommodation. However, the Malayali agent was reluctant to give the money back. She spoke to us about the challenges she faced while trying to secure that money back from the agent. And so Asmat spoke to us briefly about on our efforts to get that money, and we concluded that first episode there. And in this second episode, Asmat will continue to speak to us about her efforts, and let's see whether she has got her money back or not. Before going on to speak to us, but I would like to say that the first episode was well received by the community, and a lot of community members did pledge their support to us. Solicitor friends rang us to provide their support, their legal guidance, so that we were in track of pursuing the legal routes in trying to help Asmat Asina. It is a very interesting journey because since us releasing the last episode, there has been numerous cases where students have been ringing us up and inquiring and also sharing their travails in regards to sourcing accommodation. However, we are not going into further details. At this point of time, I am going to leave to Asmat Asina to tell us her journey or her story. ജാനുവരി 6th അവിടെ നിന്നാണ് കാര്യങ്ങൾ മാറുന്നത്. കാരണം അത്രയും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഒരു നിമിഷം വിളിച്ച് പൈസ തരില്ല എന്ന് പറയുമ്പോൾ ആകെ ഒന്നാമത് ഞങ്ങൾക്ക് സ്ട്രഗിളും ഉണ്ട്. അന്നേരം ഇയാള് ഒരു മിനിറ്റ് ഞാൻ വേറൊരാൾക്ക് ഫോൺ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇയാൾ ഫോൺ കൊടുത്തു. അപ്പൊ ഞാൻ ഓർത്തെന്ന് വെച്ചാൽ ഓൾറെഡി ലാൻഡ് ലോഡിനായിട്ട് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയായിരിക്കും വെച്ചാൽ ഞാൻ ഹലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് കേൾക്കുന്ന വെച്ചാൽ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല. റേസിസവും അതുപോലെ വേർബലി നമ്മളെ എങ്ങനെയൊക്കെ അബ്യൂസ് ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിയിൽ എന്നെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഫസ്റ്റ് ആൾ അഭിസംബോധന. പുള്ളി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ നിന്റെ പൈസ വേണമെങ്കിൽ നീ നേരിട്ട് വരൂ, ഞാൻ വേറൊരു രീതിയിൽ നിനക്ക് പൈസ ആക്കിത്തരാം എന്ന രീതി. അത്രയും മോശമായിട്ട് സംസാരിച്ചപ്പോ ഞാൻ ആകെ ഷോക്കായി പോയി. കാരണം എന്താ വെച്ചാൽ നമ്മള് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ ഒരാൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ നമ്മൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ തന്നെ ഞാൻ അയാളോട് പറഞ്ഞു, നീ നട്ടലുള്ള ഒരാണാണെങ്കിൽ നീ ആദ്യം സംസാരിക്കുന്ന പറഞ്ഞു, ഇനി നീ ഈ വ്യക്തിനെ, അതായത് ഈ ഏജന്റ് എന്ന് പറഞ്ഞ വ്യക്തിനെ ഇനി നീ പൈസ ചോദിച്ച് വിളിച്ചു കഴിഞ്ഞാൽ നീ നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ഒരു കഫിനിലായിരിക്കും. അതായത് നിന്നെ കൊന്നിട്ട് നിന്നെ തിരിച്ചയക്കും, ആ ഒരു ശവപ്പെട്ടിയിലായിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, നീ ആരാണത് പറയാന്ന് ചോദിച്ചു. അത് അത്രയും ചോദിച്ചു. ഞങ്ങൾ ഫോൺ കട്ട് ചെയ്തു. അതായത് ഈ ഏജന്റ് എന്നെ വീണ്ടും വിളിച്ചിട്ട് ചോദിക്കുന്ന വെച്ചാൽ വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നെ വിളിക്കേണ്ടത്, ഇപ്പൊ നിനക്ക് വയറ് നിറച്ച് കിട്ടിയില്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ആകെ ഭയങ്കര ഇത്രയും ഒരു ഇത് ചെയ്തിട്ട് ഭയങ്കര ലാഘവത്തോടെ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഇനി ഞങ്ങൾ എന്തായാലും ഞങ്ങൾ കേസ് കൊടുക്കാൻ പോകുക തന്നെയാണ്, ബാക്കി നമുക്ക് ഇനി അങ്ങനെ കാണാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കേസ് കൊടുക്കുക, കാരണം നമുക്ക് അറിയില്ല ഇതൊന്നും. അങ്ങനെ ചോദിച്ചപ്പം അവർ പറഞ്ഞു ഇങ്ങനെ 999 വിളിച്ചാൽ മതി. അങ്ങനെ ഞാൻ 999 ഞങ്ങൾ ലൂട്ടണിലെ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ പോയപ്പോ അവിടെ ക്ലോസ്ഡ് ആണ്. അന്നേരം നമ്മൾ 999 വിളിച്ചിട്ട് ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ അവര് ചോദിച്ചു, നിങ്ങളിപ്പോ എവിടെയാണുള്ളത്, നിങ്ങൾ സേഫ് ആണോ, നിങ്ങളുടെ ലൊക്കേഷൻ അയാൾക്ക് അറിയോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ലൊക്കേഷൻ അറിയില്ല, ഞാൻ സേഫ് ആണ് അറ്റ് ദ മൊമെന്റ്, പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് പറഞ്ഞു. കാരണം ഇത്രയും പറഞ്ഞ ഒരാൾക്ക്, ഇത്രയും സീരിയസ് ഇല്ലാത്ത ഒരാൾക്ക് നമുക്ക് എന്ത് വേണേലും ചെയ്യാലോ. അന്നേരം അവര് പറഞ്ഞു, ഇനി ആളുടെ കോൾ അറ്റൻഡ് ചെയ്യണ്ട, കോള് ബ്ലോക്ക് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോഴും ഈ പറഞ്ഞ വ്യക്തി എന്നെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് ഇങ്ങോട്ട് കോള് വരുന്നുണ്ട്. പക്ഷെ പിന്നീട് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. ഇല്ല കോൾ അറ്റൻഡ് ചെയ്തില്ല. അവര് പറഞ്ഞ പ്രകാരം അവര് എന്നോട് പറഞ്ഞു, ഇത് 999 വിളിക്കേണ്ടത്, വേറൊരു നമ്പർ 101 അതിലേക്ക് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതിലേക്ക് വിളിച്ചപ്പോ എനിക്ക് അവർ കോൾ ബാക്ക് വന്നിട്ട് ഒരു ലേഡി ആയിരുന്നു പോലീസ് ഓഫീസർ. പോലീസ് എന്നോട് എന്താണ് നടന്നത്, എന്തിനാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം
എല്ലാം ചോദിച്ചു, എന്റെ മെയിൽ ID, പിന്നെ ഈ ഏജന്റിന്റെ ഡീറ്റെയിൽസ്, എന്റെ കയ്യിലുള്ള എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ അതെല്ലാം അവരൊരു ലിങ്ക് അയച്ചു തന്നു, അതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു, വിത്ത് പിന്നെ കുറെ നമ്മളെ വാട്സ്ആപ്പ് കോൺവെർസേഷന്റെ പ്രൂഫ്സും എല്ലാം കൂടെ. അങ്ങനെ അതെല്ലാം അപ്ലോഡ് ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് വീണ്ടും അവരെന്നെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചു, എല്ലാം അറിഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് അവർ എനിക്കൊരു അപ്പോയിന്റ്മെന്റ് തന്നു. അതായത് ഇവർക്ക് ഈ കൊടുത്ത പ്രൂഫ് എല്ലാം അനലൈസ് ചെയ്യണമല്ലോ. അപ്പോൾ അവർ എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നു. അതായത് 6th ഞാൻ വിളിച്ചിട്ട് എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയ നെക്സ്റ്റ് 10th. നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ, എന്നെ അവൻ വെർബലി അബ്യൂസ് ചെയ്തതിന് അയാളെ വിളിച്ചിട്ട് ഞങ്ങൾ വാൺ ചെയ്യും, ഫസ്റ്റ് സ്റ്റെപ്പ്. ഇൻ കേസ് ആഫ്റ്റർ എന്തെങ്കിലും അയാൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള അതിനുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യും. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ അയാളെ വിളിച്ച് ഞാനിപ്പോൾ വാൺ ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ പൈസയുടെ കാര്യം, നിങ്ങൾ ഇവിടെ ഐദർ ഒരു സിവിൽ കോർട്ടിൽ പോയിട്ട് നിങ്ങൾ കംപ്ലൈന്റ് ഫയൽ ചെയ്യണം. പക്ഷെ അത് എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ളത് അവർക്കും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തേക്കുന്ന എമൗണ്ട് ഇന്ത്യൻ അക്കൗണ്ടിലേക്കാണ്, അത് ഈ വ്യക്തിയുടെ അക്കൗണ്ടിലേക്കും അല്ല, വേറൊരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്കും കൂടെ ആയതുകൊണ്ട് എന്നോട് അന്നേരം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഇന്ത്യയിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പൈസയുടെ കാര്യത്തിൽ തീരുമാനമാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോലീസിനെ വിളിച്ചു. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പം എനിക്കെന്ന് വെച്ചാൽ ഈ ഒരു ഇതില് ഞാൻ കേസൊക്കെ കൊടുത്തെങ്കിലും ഞാൻ മെന്റലി ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. എനിക്ക് എന്താ ഇനി ചെയ്യണം? അവരങ്ങനെ പറഞ്ഞെങ്കിലും എങ്ങനെ ഞാൻ ഇന്ത്യയിൽ കംപ്ലൈന്റ് കൊടുക്കും, എങ്ങനെ ഞാൻ ഈ പറഞ്ഞ ഇതിലേക്ക് എത്തും എന്നൊന്നും അറിയില്ല. അപ്പോഴാണ് എന്റെ ഫ്രണ്ട് എനിക്ക് ഇങ്ങനെ അനൂപ് എന്ന് പറഞ്ഞ ചേട്ടൻ, അതായത് ഇങ്ങനെ UK പ്രവാസികൾക്കൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പൊ പുള്ളിക്ക് ഇങ്ങനെ അറിയുന്ന പേരിൽ എനിക്ക് അങ്ങനെ ഒരു നമ്പർ എനിക്ക് തന്നു. ഞാൻ അപ്പൊ തന്നെ ചേട്ടനെ വിളിച്ചു. ചേട്ടൻ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തത് എന്തായാലും നല്ല കാര്യമാണ്, കാരണം കേസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ, ബാക്കി നമുക്ക് നോക്കാം, ഞങ്ങളുണ്ട് കൂടെ എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് തന്നു. എന്നിട്ട് ബാലഗോപാൽ ചേട്ടന്റെ നമ്പർ തന്നു. നമ്പർ തന്നിട്ട് കാര്യങ്ങൾ വിളിച്ച് സംസാരിക്കാൻ, എന്തെങ്കിലും പുള്ളിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചേട്ടനെ വിളിക്കുന്നത്. അപ്പൊ എനിക്ക് ഓരോ പ്രോഗ്രസ്സിലും എനിക്ക് വീണ്ടും ഞാൻ ഭയങ്കര തളർന്നിരിക്കുന്നോടത്തുനിന്ന് എനിക്ക് പറ്റും എന്നൊരു വിശ്വാസമാണ് നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടിയത്. അതായത് ഇങ്ങനെ UK മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഉണ്ടെന്നും അതിൽ നമുക്ക് ഇത് ചെയ്യാം, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഒരു സമാധാനം വിളിച്ചപ്പോ കിട്ടി. കാരണം ആരെങ്കിലും ഒക്കെ നമ്മൾ കൂടെ ഉണ്ട് എന്നൊരു തോന്നല്. കാരണം വീട്ടിൽ വിളിച്ച് നമുക്ക് ഇത് പറയാൻ പറ്റില്ല, അവര് പേടിക്കും, പാനിക്കാവും. അത് കാരണം ഞാനും ഹസ്ബൻഡും തമ്മിൽ ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾ എന്ത് ചെയ്യും ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പോഴാണ് അനൂപേട്ടൻ ഇങ്ങനെ പറഞ്ഞതും ചേട്ടനോട് സംസാരിച്ചതും നമുക്ക് അതിന്റെ നിയമങ്ങൾ എന്തൊക്കെയുണ്ടെന്നും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം എന്നൊക്കെ രീതിയിൽ വന്നത്. അതുപോലെ തന്നെ നമ്മളെ റോയ് ചേട്ടൻ, അതായത് നമ്മുടെ ഇംഗ്ലണ്ടിലെ അച്ചായ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് ഫേസ്ബുക്കില്. അതുപോലെ പുള്ളീനെ ഞാൻ കോൺടാക്ട് ചെയ്തു. ഇതുപോലെ എനിക്ക് നമ്പർ കിട്ടി, പുള്ളീനെ ഞാൻ കോൺടാക്ട് ചെയ്തു. വൈസ് ബ്യൂറോയില് നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് ഞങ്ങള് 3 പേരും ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതും നമ്മൾ ഈ ബാക്കിയുള്ള നമ്മൾ ഈ സിവിൽ കോർട്ടിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾക്ക് ഭയങ്കര എക്സ്പെൻസ് വരും. നമ്മൾ സൈഡിൽ നിന്ന് സോളിസിറ്റർ വെച്ചിട്ടും നമുക്ക് ഒത്തിരി എക്സ്പെൻസ് വരും. അപ്പം അത് ആ സമയത്ത് നമുക്ക് ഇനിയും ഈ ഒരു കാര്യത്തിന് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യാൻ ഞങ്ങളുടെ 3 പേരുടെ കയ്യിലും ഇല്ല. കാരണം 3 പേരും സ്റ്റുഡൻസ് ആണ്, നമ്മളൊക്കെ ഇവിടെ വന്ന് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഇങ്ങനെ നമുക്ക് വേറൊരു സാധ്യതകൾ എന്തൊക്കെയാ നോക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മള് ചേട്ടനോട് പറഞ്ഞത്. അതായത് നമുക്ക് നോർക്ക വഴിയും അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു അറ്റംപ്റ്റ്, ഒരു ട്രയൽ പോലെ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് ഒരു മെയില് നമ്മളെ കേരള പോലീസിന് നമുക്ക് പെറ്റീഷൻ പോലെ നമുക്ക് അയക്കാം എന്ന് പറഞ്ഞതും അതനുസരിച്ച് അന്ന് തന്നെ നമ്മൾ അന്ന് രാത്രി അങ്ങനെ ഒരു ഇത് നോർക്കയ്ക്കും നമ്മുടെ പോലീസിന്, അതായത് പോലീസ് എന്ന് വെച്ചാൽ നമ്മള് ഈ പറഞ്ഞ ഏജന്റിന്റെ ഇതിലേക്കല്ല, നമ്മൾ ആർക്കാണോ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തത് ആ ട്രാൻസ്ഫർ ചെയ്ത വ്യക്തിയുടെ പേരിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, നമുക്കറിയില്ല ഇയാള് എന്തിന്റെ മോട്ടീവിലാണ് ഈ പൈസ വാങ്ങിയത് നമുക്കറിയില്ല, ഇങ്ങനെയാണ് നമ്മളോട് പോലീസ് അഡ്വൈസ് ചെയ്തത്, അത് പ്രകാരമാണ് ഞങ്ങൾ ഇങ്ങനെ കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു റിട്ടേൺ മെയിൽ പെറ്റീഷൻ കൊടുത്തു. നെക്സ്റ്റ് മോർണിംഗ് എന്താണ് സംഭവിക്കുന്നതെന്നൊന്ന് പറയും. അതായത് ഞാൻ തലേന്ന് രാത്രി മെയിൽ അയച്ച്, ഞങ്ങള് അത്ര പ്രതീക്ഷയിലൊന്നും അല്ല, നമ്മളൊരു അറ്റംപ്റ്റ് എന്ന രീതിയിലാണ് നമ്മൾ അയച്ചത്. പക്ഷെ ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ നെക്സ്റ്റ് മോർണിംഗ് എണീച്ച് എന്റെ ഫോൺ നോക്കുമ്പോൾ കാണുന്നത് പട്ടാമ്പി അരനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിസീവ്ഡ് യുവർ പെറ്റീഷൻ, എന്താണ് കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയി പറയാമോ വാട്സപ്പിലേക്ക് അവിടുത്തെ ഒരു പോലീസ് ഓഫീസർ എനിക്ക് മെസ്സേജ് ചെയ്തു. അപ്പൊ ഭയങ്കര സന്തോഷം തോന്നി. കാരണം അത്രയും ഇമ്മീഡിയറ്റ് ആയി നമ്മുടെ കേരള പോലീസ്
വളർന്നു എന്നുള്ളത് ഭയങ്കര അപ്രിഷിയേറ്റബിൾ ആണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാരും എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പൈസ കിട്ടുമെന്ന് ഉറപ്പില്ല, കാരണം ഇത് കേരളത്തിൽ നടന്നതായതുകൊണ്ട് അത് അവിടെ ഇവിടെയും കേസ് എങ്ങനെയാവും അറിയില്ല. പക്ഷെ അവര് നല്ല രീതിയിൽ എന്നോട് എന്തൊക്കെയാ നടന്ന കാര്യങ്ങൾ ചോദിച്ചു. അന്ന് ആ സമയം തന്നെ എന്നോട് ചോദിച്ച ആ ഇൻസ്റ്റന്റ് തന്നെ ഈ നമ്മൾ കൊടുത്ത നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആ നമ്പർ അവൈലബിൾ അല്ല. അത് പ്രകാരം ആ വ്യക്തിയുടെ ഫാദറിനെ അവർ കോണ്ടാക്ട് ചെയ്തു. അതായത് കോണ്ടാക്ട് ചെയ്തിട്ട് ഈ അസ്പത്ത് ആ മറ്റൊരു മിഡിൽ പേഴ്സണ് പേ ചെയ്തത് അല്ലെ, ആ അതെ അതെ സൗത്ത് ഇന്ത്യൻ അതെ ബാങ്കിൽ പേ ചെയ്ത അതെ വ്യക്തിയെയാണ് പോലീസ് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതെ കാര്യം അവിടെയാണല്ലോ ഫസ്റ്റ് ഇത് പോയിരിക്കുന്നത് അല്ലെ. അതെ. അതെ. അപ്പോ അതനുസരിച്ച് ഈ പറഞ്ഞ ഈ നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്ത വ്യക്തിനെ പോലീസ് വിളിച്ചു. പോലീസ് അവരുടെ റിലേറ്റീവ്സിനെ കോണ്ടാക്ട് ചെയ്തു. കാര്യങ്ങളുടെ ഗൗരവവും എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളതും ഒക്കെ പറഞ്ഞിട്ട് അന്നേരം തന്നെ എനിക്ക് ഈ വ്യക്തി, അതായത് ഞാൻ പൈസ ഈ അയച്ചു പൈസ കൊടുത്ത വ്യക്തി ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്ത വ്യക്തി വ്യക്തി UK യിലുണ്ട്. ആ കുട്ടിയുടെ ഫോണിൽ നിന്ന് എനിക്ക് കോള് വരികയാണ്. അപ്പൊ കോള് വന്നപ്പോ ആ കുട്ടി പറഞ്ഞ വെച്ചാൽ ആ കുട്ടിയും ഇവിടെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മള് ആ കുട്ടി വന്ന ഒരു 2 മാസത്തിലായിരുന്നു ഈ ഒരു സംഭവം. അതായത് മെയ് ഇൻടേക്ക് ആണെന്ന് തോന്നുന്നു കുട്ടി. അപ്പം ഇവരുടെ വീടിന്റെ തൊട്ടടുത്താണ് ഈ പറഞ്ഞ ഏജന്റ് താമസം. അപ്പൊ ഇവര് സ്വാഭാവികമായിട്ടും നൈബേഴ്സ്, പ്രത്യേകിച്ച് അവര് സ്വന്തം രണ്ടുപേരും ഒരേ നാട്ടുകാരാണ്. അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ നാട്ടിലേക്ക് കുറച്ച് പൈസ അയക്കേണ്ട ആവശ്യം വന്നപ്പോ ഇയാളോട് ഇങ്ങനെ ചോദിച്ചു. അപ്പം പൈസ അയക്കാൻ എന്താ വഴി എന്ന് വെച്ചപ്പോ ഇയാൾ പറഞ്ഞത്, അതായത് നീ എനിക്ക് ഇവിടെ പൈസ തന്നിട്ടുണ്ടെങ്കിൽ നാട്ടിലെ അക്കൗണ്ടിലേക്ക് പൈസ വരും എന്ന് പറഞ്ഞു. അങ്ങനെ അത് പ്രകാരം ഈ കുട്ടി അയാൾക്ക് അവിടെ കയ്യിൽ ബൈ ഹാൻഡ് കുട്ടി പൈസ കൊടുത്തു. ആ സമയത്ത് തന്നെ നമ്മളോട് ഇയാൾ അന്ന് രാത്രി തന്നെ പൈസ ഇടണം എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഇയാൾക്ക് ഈ അക്കൗണ്ടിലേക്ക്, അതായത് ഈ പറഞ്ഞ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറുകയും ചെയ്തു. അപ്പൊ അതാണ് ഇതാണോ അവിടെ അസ്മത്തെ സംഭവിച്ചത്. നമ്മള് ചില ഗ്രൂപ്പുകളിലൊക്കെ കാണുമല്ലേ, അതായത് പൗണ്ട് തരാം, അതെ നിങ്ങൾ നാട്ടിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യൂ. അതെ 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 അപ്പൊ ഇങ്ങനെയും അത് നല്ല കാര്യങ്ങൾക്കും അത് വേണമെങ്കിൽ വിനിയോഗിക്കാം. പക്ഷെ അതെ ചില സമയങ്ങളിൽ ഇത് ഇങ്ങനെയും സംഭവങ്ങൾ ഉണ്ടാവും ഇല്ലേ. അതെ അതെ അതായത് ഞാനും ഇപ്പൊ കാണാറുണ്ട് ഒരുപാട് ഗ്രൂപ്പിലാണെങ്കിലും, ഇപ്പൊ ഈവൻ നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിലും പെട്ടെന്നൊക്കെ ഒരു പൈസ അയക്കേണ്ട സാഹചര്യത്തിൽ എടാ നിന്റെ ഉണ്ടോ, നാട്ടിൽ അക്കൗണ്ടിൽ പൈസ ഉണ്ടോ, ഞാൻ ഇവിടെ തരാം എന്ന് പറഞ്ഞ് ചെയ്യുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷെ ഇവിടെ ഒരു സംഭവിച്ച കാര്യം എന്താന്ന് വെച്ചാല് ഈ കുട്ടി വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ലൈസൻസ് പുതുക്കുന്നതോ അങ്ങനെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് കേരള ലൈസൻസ് ഈ കുട്ടിക്ക്, അതായത് നമ്മൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഈ കുട്ടി ഈ വ്യക്തിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അയാളുടെ, അതായത് ഈ കുട്ടിയുടെ അനുവാദം ഇല്ലാണ്ട് ഈ ഏജന്റ് നമുക്കൊരു പ്രൂഫായിട്ട് ഇയാളുടെ പേഴ്സണൽ ഡോക്യുമെന്റ് അയച്ചു. അത് തന്നെ തെറ്റല്ലേ. അത് വളരെ വലിയൊരു തെറ്റാ. കാരണം മറ്റൊരാളുടെ ഒരു ഇത് അയാൾ അറിയാതെ, അയാൾ ഞാനിത് പറയുമ്പോഴാണ് ഇയാൾ അറിയുന്നത്. എന്നിട്ട് ആ കുട്ടി എന്നോട് ആവശ്യപ്പെട്ടു അതിന്റെ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് അയച്ചു തരുമോ, കാരണം നമ്മൾ വെർബലി പറയണത് കുട്ടിക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഞാനത് അയച്ചു കൊടുത്തപ്പോ ഈ പറഞ്ഞ കുട്ടി ആകെ ഷോക്കായി. കാരണം ഞാനിത് അറിഞ്ഞിട്ടില്ല. എന്നെ എങ്ങനെ പറയാം, ഞാനത് അറിഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരു നാട്ടിലൊരു പൈസ അയക്കേണ്ട അത്യാവശ്യത്തിന് വന്നപ്പോ ഇങ്ങനെ സ്വാഭാവികമായിട്ട് കൊടുത്തു. മൂപ്പര് അങ്ങനെ ചെയ്യുന്ന ആളാണെന്നാ പറഞ്ഞത്. അതായത് ഈ ഏജന്റ് അങ്ങനെ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അങ്ങനെയാണ് കൊടുത്തത്. കൊടുത്തതാണെന്ന് പറഞ്ഞു. അതെ. അതെ. അല്ലാതെ അപ്പൊ ഈ കൊടുത്ത ഈ കുട്ടിക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു സംഭവത്തിനൊക്കെ അഡ്വാൻസ് മണി ആണെന്നോ ഒന്നും അറിയില്ല. ഒന്നും അറിയില്ല. പൈസ ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, വീട്ടിലെ ആ നമ്പറിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് എന്നല്ലാതെ ഇങ്ങനെ ഒരു ID പ്രൂഫ് ഞങ്ങൾക്ക് അയച്ചു തന്ന കാര്യമോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു ഹോൾഡിംഗ് ഡെപ്പോസിറ്റ് ആണെന്നോ ഒന്നും അറിയില്ല. 2 അക്കൗണ്ടിൽ നിന്ന് പൈസ വരുമെന്ന് മാത്രമേ ഈ കുട്ടീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ കുട്ടിയും നമ്മളെ പോലെ ഒരു വിക്ടിം ആവപ്പെടുകയാണ്. അതായത് ഈ കുട്ടി പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ കുട്ടിയും നമ്മളെ പോലെ തന്നെ ഒരു വിക്ടിം ആവപ്പെടുകയാണ് ചെയ്തത്. ഇവിടെ എത്തിയൊരു ഈവനിങ് ആയപ്പോഴേക്കും എനിക്ക് കോള് വരികയാണ് കുട്ടിയുടെ. അതായത് 60,000 രൂപ എന്റെ പൈസ, 60,000 രൂപ ഈ പറഞ്ഞ ഏജന്റ് ഈ കുട്ടിക്ക് അയച്ച് കൊടുത്തിട്ടുണ്ട്, ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കുട്ടിയുടെ കയ്യിൽ ഇപ്പൊ ഉണ്ട്. കാരണം ഈ കുട്ടി പറഞ്ഞത് ഞാൻ വീട്ടിൽ വരും, വീട്ടിൽ വന്നിട്ട് ഞാൻ ഇത് പ്രശ്നമാക്കും, കാരണം എന്റെ പേരിലാണ് കേസ് ഉള്ളത് എന്ന രീതിയിൽ പറഞ്ഞപ്പോ ഇയാൾ 60,000 രൂപ ഈ കുട്ടിക്ക് അയച്ചു കൊടുത്തു. ബാക്കിയുള്ള 60,000 രൂപ 29-ാം തീയതി വരെ ഈ കുട്ടീനോട് സമയം ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതായത് ഇപ്പം അസ്മത്തിന്റെ 60,000 രൂപ നമ്മളുടെ ഇവിടുത്തെ ഏജന്റ് ഓൾറെഡി ഈ ഹാൻഡ് ഓവർ ചെയ്ത് തിരിച്ച് അയച്ചു കൊടുത്തു. കഴിഞ്ഞു.
അപ്പം പക്ഷെ വേറൊരു കുട്ടിയും കൂടെ പൈസ, രണ്ട് ട്രാൻസാക്ഷൻ ആണല്ലോ നടന്നത്. അതെ. അപ്പൊ എന്നോട് ഈ കുട്ടി ചോദിച്ചു, അതായത് അവിടെ നാട്ടിൽ ഉപ്പയാണ് ഉള്ളത്, അപ്പൊ 2 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളുടെ 2 പേരുടെയും പൈസ കിട്ടിയിട്ട് ഒന്നിച്ച് തന്നാൽ മതി എന്ന് ചോദിച്ചു. അതനുസരിച്ച് എന്ന് വെച്ചാൽ നമുക്ക് അവര് ഇതുപോലെ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഓക്കെ, ഒരു കുഴപ്പമില്ല, നിങ്ങൾ ആ 30-ാം തീയതിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് പൈസ ത്രൂ പോലീസ് തന്നെ എന്താണ് നമുക്ക്, അതായത് ഈ കുട്ടിയുടെ പേരിൽ ഇനി ഒരു ഫർദർ കംപ്ലൈന്റ്സ് പോകാൻ പാടില്ലല്ലോ. അപ്പൊ അതിന്റെ പേരിൽ അവർ ആ രീതിയിൽ നിയമപ്രകാരം തന്നെ എങ്ങനെയാന്ന് വെച്ചാൽ പോലീസിന്റെ മുമ്പാകെ പൈസ ഹാൻഡ് ഓവർ ചെയ്യുക, അങ്ങനെ അവർ പറയുന്ന പോലെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഈ കുട്ടി ഇന്നസെന്റ് ആണെങ്കിൽ പോലും ഇയാളും കൂടെ അതിൽ ഇതാണ്, കാരണം നമ്മുടെ അക്കൗണ്ട് ഇൻവോൾവ് ആണ്. കാരണം പർപ്പസ്ഫുള്ളി ആണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു സോഴ്സ് ഇല്ലാതെ ഒരു പൈസ വരുമ്പോൾ നമ്മൾ അതിന് റെസ്പോൺസിബിൾ ആണല്ലോ. അപ്പൊ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഈ കുട്ടീനെ വിളിച്ച് സംസാരിച്ച്, അതായത് UK ന്നാണ് ഈ പോലീസിനെ വിളിച്ച് സംസാരിക്കുന്നത്, കുട്ടി വിളിച്ച് സംസാരിക്കുന്നത്, തിരിച്ചങ്ങോട്ട് സംസാരിക്കുന്നത്, അങ്ങനെ വിളിച്ച് സംസാരിച്ച് അന്ന് രാത്രി, ഈ ഒറ്റ രാത്രിയാണ് ഈ സാറ് അവനക്ക് സമയം കൊടുത്തത് ഈ കുട്ടിക്ക്. ഈ ഒറ്റ രാത്രി കൊണ്ട് ഈ ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്തിട്ട് എന്താണെന്നുള്ള ഇത് പറയണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ കുട്ടി ഈ ഏജന്റിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് ഈ പൈസ 60,000 രൂപ ഒരാളുടെ പൈസ ഹാൻഡ് ഓവർ ചെയ്തു, ഒരാളുടെ പൈസക്ക് 29-ാം തീയതി വരെയാണ് ഇപ്പൊ സമയം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒരുപാട് ഇങ്ങനത്തെ കേസസ് നടക്കുന്നുണ്ട്. അപ്പോ നല്ലോണം അവെയർ ആയിരിക്കും. അതായത് നമ്മളൊരു ഇതിന് വരുമ്പോ നമ്മളും കൂടെ അതിൽ ഇൻവോൾവ് ആയതിന്റെ പേരിലാണ് നമ്മൾ പറ്റിക്കപ്പെടുന്നത്. കാരണം നമ്മളിപ്പം എന്റെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, നമുക്ക് ഇവിടുത്തെ ഒരു കാര്യം, നമ്മൾ ബാക്കിയെല്ലാം ശ്രദ്ധിച്ചെങ്കിലും ഒരു കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, UK അക്കൗണ്ടിലേക്ക് മാത്രമേ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഏത് നാട്ടിലാണോ നമ്മൾ അക്കോമഡേഷൻ എടുക്കുന്നത്, അപ്പൊ ആ നാട്ടിലെ അക്കൗണ്ടിലേക്ക് വേണം ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതെ, അത് മാത്രമല്ല അടുത്ത ദിവസം തന്നെ കോൾ വരുന്നു, അതിന് അത്രയും റീഅഷുറൻസ് വരുന്നു. അന്ന് വൈകുന്നേരം തന്നെ ഈ മിഡിൽ പേഴ്സൺ അല്ലെങ്കിൽ ഏജന്റിന്റെ എന്താണ് പറയുന്നത്, ആ പൈസ വാങ്ങിച്ച ആ കുട്ടി വിളിക്കുന്നു, ആ പൈസ നമ്മളുടെ ഏജന്റ് കറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. പക്ഷേ അസ്മത്ത് വളരെ ബോൾഡും ഒരു നോളജബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അവിടെ നിർത്തിയില്ലല്ലോ. 60,000 തരാന്ന് പറയുമ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് എന്റെ പണിയും തീർത്തിട്ട് പോവാന്ന് പറയുന്നതിന് പകരം നമ്മള് കുറച്ചുകൂടെ പ്രൊലോങ് ചെയ്തു. നമുക്ക് ഇവിടെ വരെ എത്തും, മറ്റുള്ള കുട്ടികൾക്കും കൂടെ ഈ പൈസ കിട്ടണം എന്നുള്ള ഒരു ഇതിൽ നമ്മൾ 29-ാം തീയതി വരെ വെയിറ്റ് ചെയ്യാണ് അല്ലേ. അതെ, 30-ാം തീയതി പറഞ്ഞു, 29-ാം തീയതി അല്ല 30-ാം തീയതി. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു 2-3 ആളല്ല ഇവിടെ പറ്റിക്കപ്പെട്ടേക്കുന്നത്. ഇവിടെ 100ഓളം പിള്ളേര് ഇവിടെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരൊറ്റ വ്യക്തി കാരണം. പക്ഷേ എന്താന്ന് വെച്ചാ, ഇപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്താണേലും ഞാനിവിടെ ഇങ്ങനെ ഈ ഒരു സംഭവം നടന്നെന്ന് പറയുമ്പോഴും എല്ലാരും എന്നെ പേടിപ്പിക്കുകയാണ്. അതായത് നീ കംപ്ലൈന്റ് കൊടുത്താൽ നിനക്ക് ബുദ്ധിമുട്ടാവും, അങ്ങനെയാവും. അതായത് അത് പിള്ളേർക്ക് അങ്ങനെ ഒരു പേടി ഓൾറെഡി ഇങ്ങനെയുള്ള ഏജൻസ് ഇവിടെ പറഞ്ഞ് പരുത്തിയിട്ടുണ്ട്. അത് നമ്മൾ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അല്ലേ. കാരണം പലരും പല സാഹചര്യങ്ങളിലും പല സിറ്റുവേഷനിലും ജീവിക്കുന്നവരാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇതേപോലെ പല സിറ്റുവേഷനിൽ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ചില കുട്ടികൾ വരും, ഇതേപോലെ ചതിക്കപ്പെടുന്നുണ്ട്, പൈസ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ എല്ലാം പോകുന്ന സമയത്തിനും എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ കൂടെ നിൽക്കും നമ്മളോട്. പക്ഷെ ഹാഫ് വേ ത്രൂ ആകുമ്പോഴത്തേക്ക് അവർക്കൊരു പേടി വരുന്ന വെച്ചാൽ അവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഈ മിഡിൽ പേഴ്സണോ ഏജന്റിന്റെ കയ്യിലായതുകൊണ്ട് അവരുടെ ഫെർദർ പിന്നീടുള്ള പഠനത്തിനെയും പിന്നീട് ഇവിടെ സെറ്റിൽ ചെയ്യാനുള്ള കാര്യങ്ങൾക്കും വേണ്ടി അവർക്ക് പേടി തോന്നുന്നു. അപ്പൊ പേടി തോന്നുമ്പോൾ അവർ ബാക്ക് ഓഫ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ ഇൻപുട്ട് ചെയ്ത സമയം, ഞങ്ങൾ ഇൻപുട്ട് ചെയ്യുന്ന വോളണ്ടറി ടൈം ഒക്കെ വേസ്റ്റ് ആവും. അതുകൊണ്ടാണ് ചില കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഒരു അറ്റം വരെ പോകുമോ അവർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, പിന്നെ അത് അങ്ങ് ഇതിലേക്ക് പോകും. പിന്നെ മറ്റൊരു കൂട്ടരുണ്ട് ആസ്മത്ത് ഇതിൻ്റെ അകത്ത്. അത് ഈ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി ഹാഫ് വേ ത്രൂ പോകുമ്പം എന്താ സംഭവിക്കുന്നതിന് പല കാരണങ്ങളാൽ അത് മുൻപോട്ട് പോകാൻ പറ്റാതെ വരും. ആ പറ്റാതെ വരുന്ന സമയത്താണ് ഈ പറയുന്ന വ്യക്തി ഇത് നമുക്ക് എഗെയിൻസ്റ്റ് തിരിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ചോദ്യം, പിന്നെ എന്തിന് നിങ്ങൾ ഇടപെട്ടു, നിങ്ങൾ ചെയ്തു തരാന്ന് പറഞ്ഞതല്ലേ, ഇതൊന്നും ആയില്ല, എന്തുകൊണ്ടൊന്നും ആയില്ല. അപ്പം ഇതെല്ലാം പലർക്കും വരുന്ന തിക്ത അനുഭവങ്ങളാണ്. ചിലവര് നല്ല ഇന്റൻഷൻസോട് കൂടി വരുന്നവരെ അവഹേളിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു വോളണ്ടറി ടൈം, ഫ്രീ ടൈം
ഇതിലേക്ക് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് അവരെ നിരുത്സാഹപ്പെടുത്തുന്നു. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ചുറ്റിനും കാണുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്ന് ഈ കഥ ഇവിടെ പറയാൻ പ്രധാനപ്പെട്ട വിഷയം എന്തെന്നാൽ, അസ്മത്ത് ആദ്യം തൊട്ട് തന്നെ ഈ ഒരു വിഷയം 60,000 രൂപയെന്നാണ് പറയുന്നത്. ഞങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇതിനെക്കാട്ടി കൂടുതൽ പൈസ പോയ ആൾക്കാരുണ്ട്. അവരൊക്കെ ഹാഫ് വേ ത്രൂ വിട്ടു പോയിട്ടുണ്ട്. അസ്മത് 60,000 രൂപയിൽ നിൽക്കുകയാണ്. ഇപ്പൊ എന്നെ പോലെ ഒരു വ്യക്തി ഇത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടി അത് പറയുമ്പോഴത്തേക്ക് അതിന്റെ പെയിൻ, ആ 60,000 പെയിൻ, അസ്മത്ത് പറഞ്ഞല്ലോ, അത് 60,000 അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി വെച്ചിരുന്ന ഒരു പൈസയാണ്. അതാണ് നമ്മളുടെ, ഞങ്ങളെ പോലെയുള്ളവർക്ക് അല്ലെങ്കിൽ വോളണ്ടറി ടൈം എന്തെങ്കിലും നമുക്ക് ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ ജീവിച്ച് ഇവിടെ വളർന്ന് ഇവിടുത്തെ എന്താണ് പറയുന്നത് സിസ്റ്റം ഒക്കെ അറിയാവുന്ന ഞങ്ങൾക്ക് കുറച്ച് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങളെ പോലെയുള്ള പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കഥ ഇന്ന് ഇവിടെ പറയുന്നത്. കാരണം ഇത് മറ്റുള്ള കുട്ടികൾക്ക് ഒരു പ്രചോദനമാണ്. കാരണം ഇത് കണ്ടിട്ടെങ്കിലും ഇനി ഒരിക്കലും ഒരു കുട്ടി ഇങ്ങനെ ഒരു അവസ്ഥയിൽ വരാൻ പാടില്ല. കാരണം അത് മാത്രമല്ല, ഈ നമ്മൾ എത്ര ക്ലിയർ കട്ട് ആയിട്ടാണ് നമ്മളെ സിസ്റ്റം ഇവിടെ നമ്മൾ ലേ ഔട്ട് ചെയ്തത്, അല്ലെ? നമ്മൾ ആദ്യം UK പോലീസിലേക്ക് പോകുന്നു, UK പോലീസിന്റെ ഇത് കിട്ടുന്നു, പിന്നെ നമ്മളെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, എത്രയും നല്ല കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് മുമ്പോട്ട് വന്നു. അവരെല്ലാം അസറ്റ്സ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പേര് വിളിച്ചു, അതെല്ലാം ഫോളോ ചെയ്തു. അത് അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അത് ഫോളോ ചെയ്ത് പോയി. അതിനുശേഷം പിന്നെ അതിനുശേഷമാണ് നമ്മൾ ആലോചിക്കുന്നത്, ഇനി നമുക്ക് കാര്യങ്ങളെല്ലാം കേരളത്തിലാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, കേരളത്തിൽ കാര്യം ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇനി നമുക്ക് ആരെങ്കിലും ഒക്കെ പിടിക്കണമല്ലോ, MP-യും അല്ലെങ്കിൽ പിന്നെയാണ് നമ്മൾ ആ ഒരു ഇമെയിൽ അയക്കുന്നത്, നോർക്കയിലേക്ക് ഇമെയിൽ അയക്കുന്നു, പാലക്കാട് പോലീസിലേക്ക് ഇമെയിൽ അയക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഞെട്ടിക്കുന്ന പ്രതികരണങ്ങളാണ് അടുത്ത ദിവസം രാവിലെ കാണുന്നത്. പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വരുന്നു, അസ്മത്തിന് നേരെ വരുന്നു. ആ കോൾ പറയുന്നത് എല്ലാ റീഅഷുറൻസും തരുന്നു. എന്നിട്ട് ഈ ബിനാമി അല്ലെങ്കിൽ ഈ ഏജന്റ് എന്ന് പറയുന്ന ആൾക്കാരെ നമ്മളെ നാട്ടിലെ കേരള സ്റ്റൈലിൽ തന്നെ സംസാരിക്കുകയാണ് നമ്മളെ പോലീസ്. അതായത്, നീ എത്ര പേരെ വാങ്ങിച്ചു, നിനക്ക് എന്താണ് അവിടുത്തെ ജോലി. അപ്പം നമ്മളുടെ പോലീസ് അത്രയും ശക്തമായിട്ട് അസ്മത് ഈ ഒരു ഓൺ ബിഹാഫ് ഓഫ് ഒരു കേരള സ്റ്റുഡന്റിന്റെ ബിഹാഫിൽ സംസാരിക്കുക എന്ന് പറഞ്ഞത് ശരിക്കും വളരെ ഗ്രേറ്റ് ആണ്. കാരണം നമ്മൾ കേൾക്കുന്ന കഥകളൊക്കെ പറയുന്നത് വെച്ചാൽ ഇത് മറ്റൊരു രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് ഒരു MP-യോ ഒരു MLA-യോ കൊണ്ട് ശുപാർശ ചെയ്ത് പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ പോയി ചെയ്യണം. അവിടെയാണ് നമ്മൾ ഈ ഒരു കഥ നമുക്ക് വ്യത്യസ്തമായി മാറുന്നത്. പോലീസ് വിളിക്കുന്നു, ഈ മിഡിൽ പേഴ്സൺ പറയുന്നു, ഞങ്ങള് പൈസ തിരിച്ചു തരാം. അവിടെയും ആസ്പത്തിന്റെ നോളജും എന്താ പറയുന്നത്, ബ്രേവറി, അതാണ് ഞങ്ങളെ കുറെ കൂടെ ഇംപ്രസീവ് ആക്കുന്നത്, അസ്മത്തിനെ ഇംപ്രസീവ് ആക്കുന്നത്. കാരണം പറയുന്ന 60,000 കിട്ടി, എന്റെ കൂടെ നിന്ന കുട്ടികളുടെ പൈസയും കൂടെ വരട്ടെ. അപ്പം ശരിക്കും ഇങ്ങനെ വേണം. എന്താണ് പറയുന്നത്, അസ്മത്തിന് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ചതിന്റെ ഭാഗമായിട്ട് ഐ എം ഷുവർ യു ഷുഡ് ബി ഏബിൾ ടു, എന്താണ് പറയുന്നത്, മറ്റുള്ള കുട്ടികൾക്കും ഇതൊരു ഇമ്പാർട്ട് ചെയ്യാനുള്ള ഒരു, അല്ലെ, ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ച സ്ഥിതിക്ക് ഉറപ്പായിട്ടും യു ക്യാൻ പ്ലേ ബിഗ് റോൾ ഇൻ, എന്താണ് പറയുന്നത്, ഇനിയും നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികളെ നമുക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യാനും ഒരു ഇത് നമുക്ക് ഡോർ നമുക്ക് തുറക്കാം. അപ്പം താങ്ക് യു അസ്മത്. 29-ാം തീയതിക്ക് ശേഷം നമുക്ക് ഒരിക്കലും നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്. എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്ന് മറ്റുള്ള പിള്ളേരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റീസൺ ആവാൻ പറ്റുന്നതിലും ഭയങ്കര സന്തോഷമുണ്ട്. Hope you were all able to comprehend the travails, the problems faced by Keralite students by now. And Asmat Azina's story is a perfect example on how difficult it is to source accommodation from Kerala, transfer the money, and ensure that she gets that accommodation which she is looking to secure in the UK. Asmat Azina's case is unique because Asmat was trying to get her money back. However, halfway through, she realized that she also has got the responsibility to ensure that she gets the money for her friends as well. So she prolonged it. However, there was a bit of a hesitancy from the middle person in between, which, however, that was all moved aside, and the agent paid the money to Asmat and her friend yesterday. However, it doesn't stop here, because
we have received numerous stories from students saying that they have also been victim of, or how do I put it? They have paid the money, but they have not required the services which they ought to receive from this particular Malayali agent or middleman, I would say. So we will be trying to provide all sort of support to those students, those who have fallen into this trap, or I would say fall into a situation where they have not got what they were supposed to be or to be given as a promise or as an agreement. So we will be helping those students, and this brings an end to our episode dealing with student issues and related to accommodation. I hope this particular series would have helped a lot of students to understand what the pitfalls are, and also those students, those who are approaching us, we will be signposting them to secure legal guidance from Kerala Police and from NORKA. And I would take this opportunity to thank NORKA and also Kerala Police for supporting and being with us through this journey, through ukmalayali.com, to help this particular student and her friend to get that money back. Until we see you next week, another story as part of the migration stories. This is Balagopal. Until then, goodbye.